Hello guys, welcome back to my channel. It's me, your Levin's vlog. അപ്പോൾ ഇന്ന് ചെയ്യുന്ന നാടൻ റെസിപ്പിയാണ്, കിഴി പൊറോട്ടൻ്റെ റെസിപ്പിയാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നല്ല സൂപ്പർ ഡിഷാണിത്, മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി വെക്കണം, സിമ്പിളാണ്. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് ഞാൻ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ 4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 കപ്പ് മൈദയിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കുക. പിന്നെ ഞങ്ങളുടെ പഞ്ചസാര കുറച്ച് കൂടുതലായി, അതുകൊണ്ട് പറഞ്ഞ് 1 ടീസ്പൂൺ മതിയാവും പഞ്ചസാര. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുത്താൽ സ്മൂത്ത് ആക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യുക, ഓയിൽ സ്പ്രെഡ് ചെയ്യുക. ഇതിൽ കുറച്ച് മെനക്കെട്ട പണി എന്ന് പറഞ്ഞാൽ ഈ കുഴക്കലാണ്. ബാക്കിയൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കുക, അടിക്കോ വീശോ ഒന്നും വേണ്ട, സിമ്പിളായിട്ട് പൊറോട്ട ഉണ്ടാക്കുക. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു മെത്തേഡുമാണ്, പൊറോട്ടയ്ക്ക് വേണ്ടി ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു മെത്തേഡാണ്. കാരണം ഞാനിത് ഇങ്ങനെ വലിച്ചുണ്ടാക്കുന്ന പൊറോട്ടയാണ് ഉദ്ദേശിച്ചത്, പക്ഷെ ആയിട്ടില്ല, എനിക്കതായിട്ടില്ല. അപ്പോൾ ഞാൻ എന്താക്കി, എൻ്റെതായ രീതിയിൽ ഞാൻ പുതിയൊരു മെത്തേഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഇത് വേറെ ആൾ ചെയ്തനോന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാനിത് ഫസ്റ്റ് ടൈം ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു മെത്തേഡാണ്. ഇനി നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാം. ബീഫ് കറിയിലേക്ക് ഞാൻ ഇവിടെ 1 കിലോ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി ഇതേപോലെ ചെറിയ പീസാക്കി വെള്ളം ആറ്റിയ ബീഫാണ്. അപ്പോൾ വെള്ളം ആറ്റിയ ബീഫാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളം നന്നായി ഡ്രൈൻ ചെയ്യണം ബീഫിൻ്റെ. ഇനി അതൊരു കുക്കറിലിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 മീഡിയം സൈസ് ഉള്ളി നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് പീഞ്ഞിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ആയിട്ടതിന് ശേഷം അതിലേക്ക് 1 വലിയ ടീസ്പൂൺ തന്നെ ഇതേപോലെ എന്ത് ചെയ്യുക, മല്ലിപ്പൊടി ആഡ് ചെയ്യാം. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ കല്ലുപ്പിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, കല്ലുപ്പായിരിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലിട്ട് ക്ലോസ് ചെയ്ത് നിങ്ങളെ ബീഫിൻ്റെ വേവ് എങ്ങനെയാണോ അതേപോലെ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് വേവിച്ചിട്ട് എൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യുന്നത്, ഇതിലേക്ക് തീരെ വെള്ളം ഒഴിക്കണ്ട, ബീഫിൽ തന്നെ വെള്ളം വരും. ശേഷം ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണം, വെളിച്ചെണ്ണയ്ക്ക് നല്ല മണമാണ് ബീഫ് കറിയിലൊക്കെ. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ വീതം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിയാൽ അതിലേക്ക് 2 മീഡിയം സൈസ് ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് പൊരിഞ്ഞ് വന്നാൽ മാത്രം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഉള്ളി വാടിയതിന് ശേഷം അതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാൻ നടുക്കുന്ന വീണ്ടും കട്ട് ചെയ്തിട്ടുണ്ടായിനി. അപ്പം പച്ചമുളക് വാടിയ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി ആഡ് ചെയ്യാം. മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുക, കുരുമുളക് പൊടിയും കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുക. അപ്പോൾ നല്ല സ്പൈസി ഉണ്ടാവും, നല്ല എരിവ് ഉണ്ടാവണം കറിക്ക്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. എരിവ് എത്രത്തോളം ഉണ്ടാവും അത്രത്തോളം നല്ല ടേസ്റ്റിയാണ് ബീഫ് കറിയല്ലേ. ഈ പൊറോട്ടൻ്റെ ഒക്കെ സ്റ്റീം ചെയ്ത് വരുമ്പം എരിവ് എന്ത് ചെയ്യും, നല്ല എരിവുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് ഗരം മസാല ആഡ് ചെയ്യണം. ഇനി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ലാസ്റ്റ് തക്കാളി ഇട്ട് കൊടുക്കാം. 1 തക്കാളി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. തക്കാളി നന്നായി ഉടഞ്ഞതിന് ശേഷം അതിലേക്ക് ബീഫ് ഇട്ടാൽ മതി. ആദ്യം ഒന്ന് ബീഫിൻ്റെ വെള്ളം ഒന്ന് ഒഴിച്ച് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഡ്രൈൻ ചെയ്തെടുക്കേണ്ട, കുറച്ചൊന്ന് കറി പോലെ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. വറ്റിച്ചാൽ പൊറോട്ടയിൽ വെച്ച് സ്റ്റീം ചെയ്താൽ നമുക്ക് ശരിയായിട്ട് വരില്ല. അപ്പോൾ കുറച്ചൊരു സാലിന് ഉണ്ടാവണം അതിൻ്റെ. അത് ഞാൻ ഗരം മസാല ആഡ് ചെയ്യാൻ മറന്നുപോയി, അപ്പോൾ ഞാൻ വീണ്ടും ആഡ് ചെയ്തിട്ടൊന്ന് ഇളക്കിയെടുക്കുകയായിരുന്നു. ഇനി അറ്റ് ലാസ്റ്റ് ഇതിലേക്ക് കൊപ്പര വറുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്ത്
ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ, ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണം കിട്ടാൽ മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി അവസാനം ഒന്നും കൂടി ഒന്ന് കറിവേപ്പിലിട്ട് ഇനി അത് ലോ ഫ്ലെയിമിലിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബോൾസ് ആക്കി എടുക്കാം. ഇനി ഇത് ബോൾസ് ആക്കി എടുത്തിട്ട് ഒരു അരമണിക്കൂർ ക്ലോസ് ചെയ്ത് വെക്കാം. ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ വിണ്ട് കയറും അത്. അപ്പോൾ ഇവിടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ഞാൻ ആക്കിയിട്ടുണ്ട്. സാലിന് വേണം നമുക്ക്, നല്ലോണം നിങ്ങൾ തിക്കാക്കണ്ട. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, അരമണിക്കൂറിന് ശേഷം ഇതേപോലെ ഒന്ന് റോളർ യൂസ് ചെയ്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ജസ്റ്റ് ചെറുങ്ങനെ ഒന്ന് പരത്തി, ഒരു പത്തലിൻ്റെ വലുപ്പത്തിലായിട്ട് പരത്തിയാൽ മതി. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് അവിടെ വെക്കാം. എന്നിട്ട് എല്ലാ ബോൾസും ഇതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്ത് അതിൻ്റെ മുകളിൽ ഓയിൽ ബ്രഷ് ചെയ്തെടുക്കാം. ഇനി ഇത് നേരെ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് പരത്തിയത് ഇതേപോലെ ഒന്ന് കൈനെ കൊണ്ട് തന്നെ ഒന്ന് ഫ്ലാറ്റൻ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതേപോലെ എടുത്തൊന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ പൊറോട്ട റെഡിയായി. നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം ഷീറ്റ് തന്നെ എടുത്ത് നമുക്ക് അടിക്കാൻ എല്ലാവർക്കും അറിയുന്നത്. പക്ഷേ ഈ ഒരു മെത്തേഡാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റും, വലിയ പണിയൊന്നുമില്ല. എന്നിട്ട് ഇതെന്താ ഇതേപോലെ റോൾ ചെയ്തിട്ട് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് സൈഡ് വെക്കാം. അപ്പോൾ അടുത്തത് ഇതേപോലെ തന്നെ ഫ്ലാറ്റൻ ചെയ്തെടുക്കുക. നല്ല സിമ്പിളാണ്, വലിയ പണിയൊന്നുമില്ല, പെട്ടെന്നാവും ഇത്. ഇതേപോലെ എടുത്ത് ഫ്ലാറ്റൻ ചെയ്യാം. നല്ല രസമാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്കിവിടെ 12 പൊറോട്ടക്കുള്ള റോള് ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഇതെന്ത് ചെയ്യാം, ഇതേപോലെ ഒന്നും കൂടി ഒന്ന് ഫ്ലാറ്റൻ ചെയ്തിട്ട് ചുട്ടെടുക്കാം. ഇനി അപ്പോൾ ഒരു പാനിൽ ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക, പൊറോട്ട ഇട്ട് കൊടുത്ത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ചെയ്തെടുക്കുക. കാരണം പൊറോട്ട മെയ്തിയാണ്, അപ്പോൾ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ചുട്ടെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ തിരിച്ചിട്ടിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ രണ്ട് സൈഡും നന്നായിട്ട് കുക്കായിട്ട് വരുന്നത് വരെ ഒന്ന് തിരിച്ചിട്ട് മറിച്ചിട്ട് കൊടുത്ത് ചെയ്തെടുക്കുക. അതിൻ്റെ ബാക്കിയുള്ളത് ഇതേപോലെ ചെയ്തെടുക്കുക. നല്ല രസമാണ് ഈ പൊറോട്ട ചുടുന്നത് ഉണ്ടാക്കുന്നതൊക്കെ. എനിക്ക് കുറച്ചൊരു ഡിഫറെൻറ്റ് ടഫായി തോന്നിയത് എന്താ പറയുക, കുഴക്കൽ മാത്രം. ഇനിയാണ് പൊറോട്ടന് മർമ്മ പ്രധാനമായിട്ട് അടിക്കൽ. അപ്പോൾ പൊറോട്ട നന്നായിട്ട് അടിക്കുമ്പോൾ ഇങ്ങനെ ലെയറായിട്ട് കിട്ടുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഒരു സോഫ്റ്റനാകാൻ വേണ്ടിയിട്ട് മാത്രം അടിച്ചാൽ മതി. കാരണം നമ്മളിത് കിഴി ഉണ്ടാക്കുമ്പം പൊട്ടി കൊളാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള ചെയ്ത് പരത്തി ചുട്ട് അടിച്ചെടുക്കുക പൊറോട്ട. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ വേറൊരു രീതിയിലാണ് ചുടാൻ പോയത്. അതായത് ഈ വലിച്ചെടുക്കുന്ന രീതി ഉണ്ടല്ലോ, അപ്പോൾ അത് പക്ഷെ എനിക്കത് ശരിയായിട്ടില്ല, എന്തോ എനിക്കങ്ങനെ വലിഞ്ഞ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കി, ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു മെത്തേഡ് കൂടിയാണ്. അപ്പോൾ ഇതിന് മുന്നേ അത് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല, എന്നാലും ഇത് ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയൊരു മെത്തേഡ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ എല്ലാ പൊറോട്ടയും ഇപ്പം ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഈ ഡിഷിൻ്റെ മെയിനായിട്ടിലേക്ക് പോവാം, കിഴി കെട്ടാൻ പോവാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 പൊറോട്ട ആദ്യം വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് മസാല ഇട്ട് കൊടുക്കാം, ബീഫിൻ്റെ കറി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണം നിങ്ങളതായ രീതിയിൽ ബീഫ് കറി ഉണ്ടാക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ബീഫ് കറി ഉണ്ടാക്കിയിട്ട് കുറച്ചൊന്ന് വറ്റിച്ച രീതിയിൽ ബീഫ് കറി ഉണ്ടാക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു പൊറോട്ട കൂടെ കവർ ചെയ്ത് ഇതേപോലെ വായനെ കൊണ്ട് കിഴി ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ വായന വാട്ടിയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ഇതേപോലെ ഇത് വായക്കന്നില്ല സാധനമാണ്. എന്നിട്ട് ഇത് വെച്ചൊന്ന് കിഴി കെട്ടി കൊടുക്കുക. എന്നിട്ട് ഇഡ്ഡലി തട്ടിൽ വെള്ളം നിറച്ച് ചൂടായ ശേഷം ഇത് വെച്ച് നമ്മൾ ആവി കയറ്റാൻ വേണ്ടി. അപ്പോൾ ബാക്കിയുള്ളത് ഇതേപോലെ ചെയ്യാം. അപ്പോൾ കിഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെന്ത് ചെയ്യുക, അപ്പച്ചമ്പിലിട്ടിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. വാഴയൊക്കെ നന്നായിട്ട് വാടിയപ്പോൾ എന്താണ് ഇതിൻ്റെ പക്ക പാകി. അപ്പോൾ ഇങ്ങനെ കിഴിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ്, നല്ലൊരു മണം വരുന്നുണ്ട്. ഇപ്പം കിഴി ഇങ്ങനെ ഓപ്പൺ ആക്കാം. അപ്പോൾ
കിഴി ഇങ്ങനെ ഓപ്പൺ ആക്കുന്ന സമയത്ത് ആ തൂഷ്ണിലേൻ്റെ മണവും പിന്നെ മല്ലിച്ചപ്പിൻ്റെ ഒക്കെ നല്ലൊരു ഫ്ലേവർ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ ബീഫ് കറി വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുക. അപ്പോൾ വെളിച്ചെണ്ണേൻ്റെ ഒക്കെ നല്ലൊരു ഫ്ലേവറും ഇതിനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, സൂപ്പർ കോമ്പിനേഷനാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ മറ്റുള്ളവർക്കും ഈ റെസിപ്പി ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും തീരെ മറക്കരുത്.